ഹായ് വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ദാ ഈ കാണുന്ന ബീഡ്സ് ആരെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? നമ്മുടെ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച ബീഡ്സ് ആയിരുന്നു കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞ പോലെ രാധുവിന്റെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാ. അപ്പോൾ ഇത് വെച്ചിട്ട് ബ്രേസ്ലെറ്റ് ആട്ടം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കൈമ വെച്ചിട്ട് അളവെടുത്ത് നോക്കി. എൻ്റെ കയ്യിലേക്ക് ടൈറ്റ് ആയിട്ട് നിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് പാകാവുന്നുള്ളൊരു കണക്കൂട്ടലിൽ ഞാൻ ആ ഒരളവിന് ബ്രേസ്ലെറ്റ് കുറക്കട്ടോ. ഞാൻ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ ഇരുന്നപ്പോൾ അത് കൂടെ വന്നിരുന്ന് അവൾക്കും കുറക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു കഷ്ണം എലാസ്റ്റിക് ത്രെഡ് അവൾക്ക് കൊടുത്തു. അവൾ അവിടെ നിന്ന് കുറക്കുന്നുണ്ട്. അവളും കുറക്കട്ടെ എന്ന് അവളും പഠിക്കട്ടെ ഇതൊക്കെ. അപ്പോൾ ഞാൻ എന്തെയും മണത്ത് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാലേ കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ ഒരു റബ്ബർ ഓർമ്മ വരുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ വാട്ടർ മെലൻ മുറിച്ച പോലത്തെ റബ്ബർ, അതുപോലെ സ്ട്രോബെറിൻ്റെ ഷേപ്പിലുള്ള റബ്ബറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ നല്ലൊരു മണമായിരുന്നു. കട്ടിച്ച് തിന്നാൻ തോന്നുന്ന ഒരു മണമായിരുന്നു അതിന്. ഇത് അങ്ങനെ ഒരു മണമൊന്നുമില്ല, പക്ഷെ ഒരു ആ ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ് എൻ്റെയും അവളുടെയും ബ്രേസ്ലെറ്റ് പുറത്ത് കഴിഞ്ഞു കേട്ടോ. ഞാൻ ബ്രേസ്ലെറ്റ് കൂട്ടിക്കെട്ടഞ്ഞു. അവൾ ബ്രേസ്ലെറ്റ് കംപ്ലീറ്റ് ആയ സന്തോഷത്തിൽ പൊക്കി കാണിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. സത്യത്തിൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് വൈകിപ്പോയി. സ്കൂൾ തുറക്കണേക്കാളും കുറച്ച് മുന്നായിട്ട് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതായിരുന്നു. പക്ഷെ ഓരോരോ കാര്യങ്ങൾ കാരണം പോസ്റ്റ് ചെയ്യാൻ വൈകിപ്പോയിതാ. ഈ വീഡിയോയിലും അതിന് മുന്നത്തെ വീഡിയോയിലും കൂടിയിട്ട് രാധുവിനെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് സ്കൂൾ തുറക്കണേക്കാളും മുന്നുള്ളൊരു വീഡിയോ കേട്ടോ. ഇതിൽ രാധുവിന്റെ തല നോക്കിയാൽ എന്തൊരു മുടിയാ, തല നിറച്ച് മുടിയുണ്ട്. ഞാനേ സ്കൂൾ തുറക്കണേക്കാളും മുന്നേ രാധുവിന്റെ മുടി ഒന്ന് പോയിട്ട് വെട്ടിച്ചു. ഞാൻ വലിയ സ്റ്റൈലാക്കാൻ നോക്കിയതാണ്. പറഞ്ഞ് അത് കൊള്ളായിട്ട് ഇപ്പോൾ വല്ലാത്തൊരു ഷേപ്പായി പോയി. മുടി പറ്റ വെട്ടിയ പോലെ ഏകദേശം. മുടി വെട്ടിച്ചിട്ട് വീട്ടിൽ വന്നപ്പോഴേ എനിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് ബേഷായിട്ട് അങ്ങോട്ട് കേട്ടു. അമ്മയാണ് രാധുവിനെ പിടിച്ചെഴുതിയിട്ട് എണ്ണ തേപ്പിച്ച് മുടി പരിപോഷിപ്പിച്ച് ഇതുവരെയ്ക്ക് ഇങ്ങനെ എത്തിച്ചത്. അല്ലെങ്കിലും നട്ട് നനച്ച് വളർത്തിയതൊക്കെ അതിന്റെ സങ്കടം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ഇനി മുടി ഇതേപോലെ വളർന്നു വരുന്നവർക്ക് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കട്ടോ. ഫസ്റ്റ് ഞാൻ ഇങ്ങനെ അവള് ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഗേൾസിന് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത്. അങ്ങനെ രാധു തന്നെയാണ് ഈ ബീഡ്സ് ഒക്കെ സെലക്ട് ചെയ്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബോയ്സിന് ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ അവർക്ക് സങ്കടാവില്ല എന്നായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ടീച്ചർക്ക് ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ ടീച്ചർക്ക് സങ്കടാവില്ല എന്നായി. അങ്ങനെ ബോയ്സിനും ടീച്ചർക്കൊക്കെയുള്ള ഗിഫ്റ്റ് ഞാൻ ഉണ്ടാക്കി. ഇപ്പോൾ ഇവിടെ ഞാൻ ഗേൾസിനുള്ളത് മാത്രമേ കാണിക്കണുള്ളൂ കേട്ടോ. പിന്നെ ബോയ്സിനുള്ളതും ടീച്ചർക്കുള്ളതും ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ. ഇപ്പൊ എന്റെ ബ്രേസ്ലെറ്റ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി ഒരു കമ്മലും കൂടി പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്താലോ എന്ന്. അങ്ങനെ പിള്ളേർക്കും കമ്മലുണ്ടാക്കി. ലാസ്റ്റത്തെ ബ്രേസ്ലെറ്റ് എനിക്കായിട്ട് ഉണ്ടാക്കി. ഇപ്പൊ ആ ബ്രേസ്ലെറ്റ് ആട്ടോ ഇപ്പൊ ഞാൻ ഈ കൂട്ടിക്കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ബാക്ക്ഗ്രൗണ്ടിൽ രാധു കരടിയായിട്ട് എന്തൊക്കെയോ വർത്താനം പറയുന്നുണ്ട്, കളിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അവളുണ്ടാക്കിയ ബ്രേസ്ലെറ്റും കമ്മലൊക്കെ കരടിക്ക് ഇടിച്ചു കൊടുത്ത് നോക്കുന്നുണ്ട്. അതല്ലേലും അവൾക്കായിട്ട് ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും ലാസ്റ്റ് അത് ഏതേലും കരടിയുടെ തലയിലും കയ്യിലുണ്ടാവും. അന്നേരം ഞാൻ ശരിക്കും ആലോചിക്കും, ഈ കരടിക്ക് ഇടാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇതൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല, പിള്ളേരല്ലേ, അവരങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ അതിശയമുള്ളൂ. അപ്പൊ ഞാൻ ഉണ്ടാക്കിയ ബ്രേസ്ലെറ്റും കമ്മലിന്റെയും ഫൈനൽ ലുക്ക് കാണിച്ചു തരാട്ടോ. അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളോ, ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത്. ഇഷ്ടമായെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും കമന്റ് ഇടാട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരും കമന്റ് ചെയ്യാത്ത കാരണം ഞാൻ ഭയങ്കര സങ്കടത്തിലാ. നിങ്ങളുടെയൊക്കെ അഭിപ്രായം അറിഞ്ഞാലല്ലേ മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം കിട്ടുള്ളൂ. മോട്ടിവേഷൻ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക. അത് വീഡിയോസ് ഒക്കെ ഇടാനായിട്ട് ഇത്ര ലാഗാണ്. അപ്പോൾ അതെ ഞാൻ എൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാട്ടോ ബ്രേസ്ലെറ്റിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ആരും മറക്കാണ്ട് അഭിപ്രായം പറയണേ.